ഹലോ വേൾഡ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേ ഓഫ് ശില്പ. അപ്പോൾ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമല്ല ഇങ്ങനൊരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഞാനിപ്പോൾ കുറേ ഒരു 1 ഇയർ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് അടുത്ത മെയ് 26 ആകുമ്പോൾ 2 ഇയർ ആവും. അതായത് ഇപ്പോൾ ഞാൻ ലണ്ടനിൽ വന്നിട്ട് 1 വർഷവും 6 മാസവും കഴിഞ്ഞു. അതായത് 1.5 വർഷം കഴിഞ്ഞു. അപ്പോൾ 1.5 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ കേട്ട കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറേ വട്ടം ആലോചിച്ചു പറയണോ വേണ്ടയോയെന്ന്. പിന്നെ വിചാരിച്ചു പറയാമെന്ന് തന്നെ വിചാരിച്ചു. കാര്യം എന്നെപ്പോലെ തന്നെയുള്ള ഒരുപാട് ആൾക്കാർ കാണും. ആ ഷെയർ ചെയ്യുന്ന കാര്യം എന്താണെന്നല്ലേ, തമ്മിൽ കണ്ടപ്പോൾ ആൾക്കാർക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനത് പറയുകയാണ്. കാര്യം വേറൊന്നുമല്ല, പാർട്ട് ടൈമിനെ പറ്റിയിട്ടാണ്. അതായത് ലണ്ടനിൽ വന്നിട്ട് പാർട്ട് ടൈം ആകാത്തവരാണോ നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. ഡോണ്ട് സ്കിപ്പ് ഇറ്റ്, ഫുൾ വീഡിയോ കാണുക. അതുമാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ലണ്ടനിൽ വന്നിട്ട് പാർട്ട് ടൈം ആവാത്തവരാണോ നിങ്ങളെന്ന് ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. ലണ്ടനിൽ വന്നിട്ട് പാർട്ട് ടൈം ആകാത്ത വ്യക്തിയാണ് ഞാൻ. എന്തല്ലേ, ഞാൻ തമാശയ്ക്ക് അത് പറയുന്നില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. ലണ്ടനിൽ വന്നിട്ട് 1 വർഷവും 6 മാസവും കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ. ഈ 1 വർഷവും 6 മാസത്തിൻ്റെ ഇടയിൽ എനിക്കിപ്പോഴാണ് കറക്റ്റ് ഒരു പാർട്ട് ടൈം വർക്ക് സെറ്റായത്. അതായത് ഇപ്പോൾ എൻ്റെ കോഴ്സ് ഏകദേശം തീരാറായി. ഒരു 4-5 മാസം കൂടെ കഴിയുമ്പോൾ ഞാൻ PSWന് അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. ഇപ്പോഴാണ് ഞാൻ എനിക്കൊന്ന് പാർട്ട് ടൈം ആയത്. ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് നിൽക്കാൻ തുടങ്ങിയത് ഈ സമയത്താണ്. ഇതിനു മുമ്പ് എനിക്ക് പാർട്ട് ടൈമേ ഉണ്ടായിരുന്നില്ല, സത്യം. എന്തുകൊണ്ടാണ് പാർട്ട് ടൈം ഉണ്ടാവാത്തതെന്ന് വെച്ചാൽ മനഃപൂർവ്വമല്ല, ഞാൻ അപ്ലൈ ചെയ്യാഞ്ഞിട്ടോ ഞാൻ തിരക്കാഞ്ഞിട്ടോ ഒന്നുമല്ല, എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതാണ് അവസ്ഥ. പക്ഷെ അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എത്ര പേർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകും എന്നെനിക്കറിയില്ല. എനിക്കുണ്ടായിരുന്നു, എനിക്ക് ജോലിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്തോ ഒരുമാതിരിയില്ല, മഴ വരുന്നത് പോലെ വരും പോവും വരും പോവും, അങ്ങനെ തരുന്നു എൻ്റെ ജോലി. എനിക്ക് സ്റ്റേബിളായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഹോപ്പോട് കൂടിയായിരിക്കുമല്ലോ കയറി വരുന്നത്. ഇവിടെ വന്നിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഹോപ്പോട് കൂടി തന്നെ ഞാൻ വന്നത്. ഒന്നാമത്തെ ഞാൻ ലോൺ എടുത്തിട്ടാണ് വന്നത്. ഞാൻ പല വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ സാധാരണ ലോൺ എടുത്തിട്ട് വരുന്ന ആൾക്കാർ എന്താ ചെയ്യുക, പാർട്ട് ടൈം കൊണ്ട് നമുക്കൊരു ജോലി സെറ്റായിട്ട് പാർട്ട് ടൈമും ഫുൾ ടൈമും കൊണ്ട് ലോൺ അടച്ച് തീർക്കുക. അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ച ലോൺ എടുത്തിട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ആദ്യം ഞാൻ വന്ന സമയത്ത് ധീരചേട്ടൻ ഇവിടെ കോഴ്സ് ചെയ്യുമായിരുന്നു. അവൻ്റെ കോഴ്സ് അപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലാസ്റ്റിലത്തെ പേരൻസ് വന്നിട്ടുള്ള സമയത്തുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും ധീരചേട്ടനും ഒരു 4 വർഷത്തെ റിലേഷൻഷിപ്പായിരുന്നു. ഇപ്പോഴാണ് ഇത് 5ാമത്തെ വർഷം. ഞങ്ങൾ റിലേഷൻഷിപ്പായി, ഇത് 5ാമത്തെ വർഷമാണ്. ഈ 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് ലിവിങ് ടുഗദറാണ്. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. വി ആർ നോട്ട് മാരീഡ് കപ്പിൾസ്. പക്ഷെ ഞങ്ങൾ അല്ലാണ്ട് കപ്പിൾസാണ്. ലിവിങ് ടുഗദർ ആയത് വീട്ടുകാരുടെ രണ്ട് വീട്ടുകാരും ഓക്കെ ആയി, അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. എപ്പോൾ കല്യാണം എന്നെനിക്കറിയില്ല. കല്യാണം എപ്പോഴെങ്കിലും കെട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ധീരചേട്ടന് മുമ്പ് ഇവിടെ വന്നത്. അതിന് ശേഷമാണ് ഞാൻ മെയിൽ വന്നത്. അതായത് 2023 മെയിൽ ഞാൻ വന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ അവൻ ഇവിടെ കോഴ്സ് ചെയ്യുമായിരുന്നു. അവൻ്റെ പ്ലേസ്മെൻറ്റ് ടൈമായിരുന്നു. അപ്പോൾ അവൻ പാർട്ട് ടൈമിലായിരുന്നു. ഞാൻ വന്ന സമയമായിരുന്നു. അപ്പോൾ അവൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, അവൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ എന്നെ കയറ്റാം എന്നായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടി ഞാൻ വന്നത്. പക്ഷേ സ്വിച്ചിട്ട പോലെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരിനി ഒരു പാർട്ട് ടൈമേഴ്സിനെ ഹയർ ചെയ്യുന്നില്ല. അവരിനി ഫുൾ ടൈമേഴ്സിനെ മാത്രം, അവരെടുക്കുന്നുണ്ടെങ്കിൽ അവരിനി ഫുൾ ടൈമേഴ്സിനെ മാത്രമേ എടുക്കൂ. അവരിനി ഒരു പാർട്ട് ടൈമേഴ്സിനെ എടുക്കത്തില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. അത് ഭയങ്കര ഷോക്കായിപ്പോയി. എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നിട്ട് അവസാനം ഒന്നും അല്ലാത്ത പരുവത്തിലായതുപോലെ അത് പ്രതീക്ഷിച്ച് വന്നത്, പക്ഷെ ഒന്നും അല്ലാത്തൊരിതായിപ്പോയി. അങ്ങനെ അത് ഭയങ്കര ഇതായിപ്പോയി. പിന്നെ ഞങ്ങൾ അല്ലാണ്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഫ്രണ്ട്സിനെ കൊണ്ടിട്ട് കുറേ അവനറിയാം, കാരണം എനിക്ക് കോൺടാക്ട്സ് ഒന്നുമില്ല. അപ്പോൾ അവനുള്ള കോൺടാക്ട്സ് വെച്ചിട്ട് അവൻ അല്ലാണ്ട് ഫ്രണ്ട്സിനെ കൊണ്ടിട്ട് റെഫർ ചെയ്യിപ്പിക്കാൻ നോക്കി. പക്ഷെ നോ രക്ഷ. ഈ പുറമെ എന്തൊക്കെ പറഞ്ഞാലും ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും കാണില്ല എന്നെനിക്ക് അപ്പം തന്നെ മനസ്സിലായി. അത് കുറേ എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ വിളിക്കുക, ഞങ്ങൾ പറയാം, സംസാരിക്കുക, അവിടെ കയറ്റാം ഇവിടെ കയറ്റാം എന്ന് പറയുന്നതല്ലാതെ പിന്നെ അവരുടെ ഒരു അനക്കം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് ഞങ്ങൾ വീട് മാറിയത്. വന്ന സമയത്ത് ഞാനും അവനും ഒറ്റയ്ക്കായിരുന്നു. ഇപ്പം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വേറൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു വീട്ടിലോട്ട് മാറി. ബെത്ലഗേയിലായിരുന്നു ആ സ്ഥലം. അപ്പോൾ അവിടെയും ഇതുപോലെ ഈ പറയുന്ന എന്താ പറയുക,
ഞാൻ ഇങ്ങനെ പാർട്ട് ടൈമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. ഞാൻ ഇഷ്ടം പോലെ അപ്ലൈ ചെയ്യുമായിരുന്നു. തുര ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് ഒരു കണക്കും കാര്യം ഉണ്ടായിരുന്നില്ല. ഒരിടത്തുനിന്ന് പോലും എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ പോലും വരുന്നില്ല അതായിരുന്നു അവസ്ഥ. ഈ ഇൻ്റർവ്യൂ കോളെങ്കിലും കിട്ടിയെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ആശ്വസിക്കായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിന് ഒരു ട്രയലിന് പോയിട്ടുള്ള ഒന്നും വരുന്നില്ല. എല്ലാം അൺഫോർച്ചുനേറ്റ്ലി അത് ഇവിടെ അത് എന്നുവെച്ചാൽ അങ്ങനെ ആ ഒരു ഇതിലൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കേ അത് മനസ്സിലാവും. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി മാത്രമായിരുന്നു, വേറൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ നാട്ടിൽ എല്ലാവരും ചോദിക്കൂലേ, നമുക്ക് പാർട്ട് ടൈം ആയില്ലേ, അല്ല നമുക്ക് കല്യാണം ആയില്ലേ, ജോലി ആയില്ലേ എന്ന് ചോദിക്കുന്ന പോലെ ആയിരുന്നു ഇവിടെ നമ്മുടെ അറിയാവുന്ന ആൾക്കാരൊക്കെ. പാർട്ട് ടൈം ഇല്ലേ, എവിടെ വർക്ക് ചെയ്യുന്നേ? അപ്പോൾ ഞാൻ ഇല്ല, എനിക്ക് ജോലിയില്ല. അയ്യോ ജോലി ആയില്ലേ, അന്ന് ജോലി ആവാത്തേ, നോക്കിക്കൂടെ, തപ്പിക്കൂടെ? ഈ ചോദ്യമായിരുന്നു കേട്ട് 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 ഞാൻ മടുത്ത്. എനിക്കങ്ങ് എന്തൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എൻ്റെ കൂടെയുള്ള എല്ലാവരും ജോലിക്ക് പോകുന്നു, ലൈഫ് ബിസി ആവുന്നു, ഞാൻ മാത്രം ഒന്നും ചെയ്യാതെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ വർക്ക് ചെയ്യുന്ന അടുത്തുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കാര്യം അവർ വർക്കിൻ്റെ കാര്യങ്ങൾ പറയുന്നു, എനിക്ക് പാർട്ട് ടൈം പോലും ഇല്ല. നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. ആ ഒരു അവസ്ഥയെന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഫുള്ള് നമ്മൾ മെൻ്റലി അങ്ങ് ഡിസ്ട്രോയ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റും കുറേ ആൾക്കാർ പ്രത്യേകിച്ചും ഉണ്ട് എന്നാണ് അതിലും വലിയത്. നാട്ടിൽ നിന്നുള്ള പ്രഷറോ അതും ഭയങ്കര ഇതാണ്. ഈ ആയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ലോൺ അടയ്ക്കും, ഇത് കൂടെ പോയിട്ടുള്ള അവർക്കായില്ലേ, ഇവർക്കായില്ലേ, അവർ രക്ഷപ്പെട്ടു, ഇവർ രക്ഷപ്പെട്ടു, അവരെങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു, നിനക്ക് മാത്രം എന്താവാത്ത, എന്തോ കുഴപ്പമുണ്ട്, അങ്ങനെ ദോഷമുണ്ട്, ഇങ്ങനെ ദോഷമുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ചത്ത് കളയാമോ ആ ഒരു സിറ്റുവേഷൻ വരെ ഞാൻ കൊണ്ടെത്തി അത്രത്തോളം. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ധീരജേട്ടൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തേലും ഡിപ്രഷനൊക്കെ വന്നിട്ട് എനിക്കറിഞ്ഞൂടാ, ഞാൻ എന്തേലും കാട്ടിക്കൂട്ടിയാനെ. അവനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് എന്ന് വെച്ചാൽ അത്രത്തോളം സ്ട്രഗിളാണ് ഞാൻ ചെയ്തത്. ആ സ്ട്രഗിൾ ഞാൻ റിക്കവറായി വന്നത് അവനുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഉള്ളൊരു കൊച്ച്, ആര്യ എന്നാട്ടോ പേര്. അപ്പോൾ അവൾ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നത്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കെയർ ഹോമിൽ കയറ്റാം, വേറെ ഇനി നോക്കണ്ട, കെയർ ഹോമിൽ നോക്കാമെന്ന് പറഞ്ഞു. കെയർ ഹോമിൽ ഇപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് അവനും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം ഞങ്ങളത് പറഞ്ഞിട്ടാണ് വന്നത്, വേറെ എന്ത് ജോലിയും ഞാൻ ചെയ്യാം, പക്ഷേ കെയർ ഹോം എനിക്ക് പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എല്ലാവരെ കൊണ്ടും പറ്റില്ല. അതങ്ങനത്തെ ഒരു സംഭവം അവിടെ. കാര്യം കെയർ ഹോം എന്ന് പറയുമ്പോൾ അവിടെ പല ടൈപ്പുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ മെൻ്റലി ഓക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ അവർക്ക് ഫിസിക്കലി പ്രോബ്ലം ആയിരിക്കും. ചിലപ്പോൾ ഫിസിക്കലി ഒന്നും കാണില്ല, പക്ഷേ അവർക്ക് മെൻ്റലി ആയിരിക്കും. പിന്നെ മെൻ്റലി ഫിസിക്കലിയും കൂടെ ഒരുമിച്ച് വരുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ പല ടൈപ്പ് പേഷ്യൻസ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ പേഷ്യൻസിനെ എല്ലാം നോക്കുക എന്ന് പറയുന്നത് അത് എല്ലാവരെ കൊണ്ടും പറ്റണമെന്നില്ല. എന്നെ കൊണ്ടത് പറ്റത്തില്ല. ഞാനത് പറഞ്ഞു തരണം, എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചെന്ന് നിന്ന് വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോലിയോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് പൈസ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് കെയർ ഹോം. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് വളരാൻ പറ്റും, പെട്ടെന്ന് ഒരു കെയർ വിസ അവർ എടുത്ത് തരുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണ്ട, ഞാനിവിടെ വന്നത് പഠിക്കാനാണ്, അല്ലാണ്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് കുന്നുകൂടി അയക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് കരിയർ ബിൽഡപ്പ് ചെയ്യാനാണ് വന്നത്. അപ്പോൾ ആ കരിയർ ബിൽഡപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചിലപ്പോൾ എൻ്റെ ചിലവിന് വേണ്ടിയിട്ട് എനിക്ക് പാർട്ട് ടൈം വേണം എന്നുള്ളത് സത്യമാണ്. പക്ഷെ അല്ലാണ്ട് അതിനപ്പുറം എനിക്ക് പൈസയോട് ആർത്തിയില്ല. അതുകൊണ്ട് കെയർ ഹോമിലെ പണി എനിക്ക് വേണ്ടാന്ന് തന്നെ പറഞ്ഞു. പക്ഷെ നിവൃത്തികേടെന്ന് പറയട്ടെ, ആ സമയത്ത് പോയേ പറ്റത്തുള്ളായിരുന്നു. തൽക്കാലം എവിടെയെങ്കിലും ആവുന്നത് വരെ പോകാം എന്നുള്ളൊരു രീതിയിൽ മനസ്സോടെ ഞാനവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ വർക്ക് ചെയ്തിട്ട് വരുന്ന ഓരോ ദിവസവും അൺസൈക്കബിളായിരുന്നു സത്യം. കാര്യം ഞാൻ വന്നിട്ട് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ എനിക്ക് അവരുടെ ഒരിത്, ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വിട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴേക്കും എനിക്ക് ചുറ്റും എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ വീട്ടിൽ വന്ന് കയറുമ്പോഴും എനിക്ക് ട്രോമയായിട്ടാണ് തോന്നുന്നത്. വല്ലാത്തൊരു ട്രോമയായിട്ട് ആഹാരം കഴിക്കുമ്പോഴൊക്കെ എനിക്ക് എന്തോ പോലെ എനിക്കൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കരച്ചിൽ. ഞാൻ വന്നിട്ട് കരച്ചിലായിരുന്നു. ആകെപ്പാടെ ഞാൻ 2 ആഴ്ച കണ്ടേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറം ഞാൻ വർക്ക് ചെയ്തില്ല അവിടെ. എന്തുകൊണ്ടത് പെട്ടെന്ന് നിർത്തിയെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടെ പോയാനെ, ചിലപ്പോൾ മേ ബി ഞാൻ അപ്പം നിർത്തിയാനെ. പക്ഷെ അവിടെ ഒരു സിറ്റുവേഷൻ നടന്നു. അതായത് ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോകും, രാവിലെ എണീച്ച് വീണ്ടും അയ്യോ പോകണമല്ലോ എന്നുള്ള രീതിയിൽ പോകും. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാരുടെ കുത്തുവാക്കുകളിൽ നിന്നെങ്കിലും കുറച്ച് മോചനം കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതിലായി പോകുന്നത്. കാര്യം ഒരു ജോലി എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിലും അവർക്ക് ആ ഒരു ഇതിൽ നിന്നൊരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായി പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നൊരു പുള്ളിക്കാരൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പയ്യനാണ്.
10-26 വയസ്സുണ്ടായിരിക്കും അവൻ. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി, നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ഞങ്ങളിങ്ങനെ നടന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് കാർ കൊണ്ട് നിർത്തിയിട്ട്, ഇവൻ അവിടെ വർക്കിനുണ്ടായിരുന്നു, പെട്ടെന്ന് കാർ കൊണ്ട് നിർത്തിയിട്ട് ഇവൻ ഇങ്ങനെ എൻ്റെ അടുത്ത് എന്തെങ്കിലും അധികാരത്തിൽ പോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ, നീ ഫ്രീ ആകുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ, ഇങ്ങനെ. ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാർ എടുത്തോണ്ടേ. അല്ലെങ്കിൽ ഇവൻ അതിന് മുമ്പ് എൻ്റെ അടുത്ത് മിണ്ടുന്നതല്ല, ചിരിക്കത്തോലും ഇല്ല, എനിക്കൊന്നും സംസാരിക്കുന്നതല്ല. പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയി. എനിക്ക് തൊട്ടും കേട്ടപ്പോൾ ഡൈജസ്റ്റ് ആയില്ല. അന്നത്തെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ രീതി ഞാൻ ഈ പറഞ്ഞ ടോണിനെക്കാട്ടിയും കുറച്ചും കൂടി ഇതായിട്ടായിരുന്നു അവൻ പറഞ്ഞത്. എന്നൊക്കെ ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലെങ്കിലും അവൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ അവൻ പറഞ്ഞ രീതിയും ടോണും ഭയങ്കര വ്യത്യാസമായിരുന്നു. ഞാൻ വിളിക്കാമെന്നും പറഞ്ഞില്ല, ഞാൻ വിളിക്കില്ല എന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ നടന്നിങ്ങനെ പോന്നു. വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ നീതികെട്ടെടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇപ്പം വിളിക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞ രീതി എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ വിളിച്ചോളാം, എപ്പോഴെങ്കിലും ഞാൻ വിളിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അന്ന് ഞാൻ നല്ല ടയർഡായിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റിയായിട്ട് ഫുൾ ബിസിയായി, ക്ലാസ്സുമായിട്ട് ഞാൻ ഫുൾ ബിസിയായി. അപ്പോൾ എനിക്ക് ആ വീക്കിലെ ഷിഫ്റ്റ് എനിക്ക് കിട്ടില്ല. പിറ്റേ ആഴ്ച ഷിഫ്റ്റ് എനിക്ക് വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ ആര്യാണ് എന്നെ റെഫർ ചെയ്ത് കേൾക്കുന്നത്. അപ്പോൾ ആര്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഷിഫ്റ്റ് വന്നിട്ടില്ല, എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, നിനക്ക് വരുന്നുണ്ടെന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു, ആ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ റൂമിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ പറഞ്ഞായിരുന്നു, ഞാൻ ചിന്തേ, എന്നിട്ട് നീ എന്നെ വിളിക്കാതിരുന്നേ അന്ന് തന്നെ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, ഞാൻ നല്ല തിരക്കായിരുന്നു, ഞാൻ ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്തിനാ വിളിക്കാൻ പറഞ്ഞതെന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കാര്യം അറിയാതെ എനിക്കൊരാളെ അങ്ങോട്ട് വിളിച്ച് കിന്നരിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ ഞാൻ നല്ല ബിസി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വിട്ടുപോയാണ് എന്ന് പറഞ്ഞു. എനിക്ക് തന്നെ ഒരു കാര്യം പറയട്ടെ, ഇവിടുത്തെ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യുന്ന അടുത്ത് വെച്ച് തന്നെ ഒരു സോർട്ട് ഔട്ട് ചെയ്യും. വീട്ടിൽ ചെന്നിട്ടുള്ളൊരു സംസാരം അതിവിടെ ആർക്കും ഇല്ല. നമ്മളിവിടെ എന്ത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലും വർക്ക് പ്ലേസുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് അവിടെ പറഞ്ഞു തീർക്കും. വർക്കിന് എന്താണോ നമ്മൾ വർക്കിന് ചെല്ലുന്നത് അപ്പോൾ. അല്ലാണ്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഫ്രീ ആകുമ്പോൾ വിളിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ആർക്കും ഇല്ല. ഇവിടെ ആരും അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ആർക്കും ഇല്ല. അപ്പോൾ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നിടത്ത് എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു, വർക്ക് ചെയ്യുന്നിടത്തുള്ള കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അവരെന്നെ ഇനി ഞാൻ വർക്കിന് പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയാം. വീട്ടിൽ വന്ന് എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ടാണ് നിനക്ക് ഒരു ഷിഫ്റ്റ് ഇടാതിരുന്നത്. അത് മാത്രമല്ല, ഇടയ്ക്കൊക്കെ വേണേൽ എമർജൻസിക്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ എമർജൻസിക്ക് വിളിക്കുമ്പോൾ നീ പോവാറില്ലായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ എമർജൻസിക്ക് വിളിക്കുന്നപ്പോഴാണെന്നറിയോ, എനിക്ക് ക്ലാസ് ഉള്ള ദിവസങ്ങളിലാണ് വിളിക്കുന്നത്. ഞാനൊരു ദിവസം ഞാൻ പറഞ്ഞു, എനിക്ക് ക്ലാസ് ഉണ്ട്, ക്ലാസ് ഉള്ള ദിവസം ഞാൻ വരില്ല. യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് എനിക്ക് ഒരു ജോലിയും വേണ്ട എന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പല ആൾക്കാരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിത്തത് പഠിക്കാനാണ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഇവിടെ വന്നത് പഠിക്കാനാണ്. അല്ലാണ്ട് വർക്ക് ചെയ്യാൻ, ഈ ക്ലാസ്സുള്ള സമയത്ത് അതും കളഞ്ഞിട്ട് അല്ലാണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അല്ലാണ്ട് വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് വരേണ്ട കാര്യമില്ലായിരുന്നു. എനിക്ക് അല്ലാണ്ടൊരു വിസ എടുത്തേക്ക് വന്നാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ക്ലാസ്സുള്ള ദിവസം ഞാൻ ക്ലാസ്സിന് പോകും, അല്ലാത്ത സമയത്ത് നിങ്ങൾ എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആണെങ്കിൽ ഞാൻ വരും, അല്ലാത്ത പക്ഷേ ഞാൻ വരത്തില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ എനിക്ക് ഷിഫ്റ്റ് ഇടാത്തതെന്ന് പറഞ്ഞു. വെറുതെ നമുക്കൊരു ജോലി വേണം എന്നുള്ള രീതിയിൽ അവർ വിളിക്കുന്നിടത്തൊക്കെ നമ്മൾ ചെന്ന് സംസാരിക്കുക, അവർ പറയുമ്പോഴൊക്കെ വിളിക്കുക. ഞാൻ പറഞ്ഞു, അവനിപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അവൻ്റെ അടുത്ത് പറയണമായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് മേ ബി ഞാൻ വിളിക്കാൻ വിട്ടുപോയി എന്നുള്ള സ്ഥിതിക്ക് അവൻ്റെ അടുത്ത് ഇങ്ങോട്ടും ചോദിക്കായിരുന്നു, മെസ്സേജ് ഇട്ടെങ്കിലും ചോദിക്കുമായിരുന്നു, നീ എന്താ വിളിക്കാത്തത്, ഇല്ലെങ്കിൽ അപ്പോഴെങ്കിലും അവന് കാര്യം പറയായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ അവനെ ടെക്സ്റ്റ് ചെയ്തായിരുന്നു, എന്തിനാ വിളിക്കാൻ പറഞ്ഞത് ടെക്സ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അവൻ അതിൻ്റെ റെസ്പോണ്ടില്ല. അവൻ സീനാക്കി, പക്ഷേ അതിൻ്റെ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു. ചേട്ടന് പാർട്ട് ടൈം ആണ്, അവന് ഫുൾ ടൈം ആയിട്ടില്ല. പിന്നെ എൻ്റെ ലോണിൽ നിന്നുള്ള എക്സ്പെൻസും കൂടെ എടുത്തിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, എന്താ അവൻ്റെ ചിലവിലല്ലേ കഴിയുന്നേ, അങ്ങനെയല്ല ഇങ്ങനെയല്ല, അങ്ങനത്തെ കുറേ ഡയലോഗുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ ദിവസം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം തന്നെ ഇവൻ്റെ അടുത്ത്, ധീരജേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ധീരജേട്ടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവരിങ്ങനെയൊക്കെ പറയുന്നു, നീ എനിക്ക് പൈസ തരുന്നു, എനിക്ക് ജോലിയില്ല. അപ്പോഴവൻ പറഞ്ഞു, അവർ പറയുന്നത് നീ മൈൻഡാക്കണ്ട, എൻ്റെ നിൻ്റെ എന്നുള്ള വേർതിരിവ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, അങ്ങനെ ഞാൻ വച്ചിട്ടുമില്ല, ഇനി അങ്ങനെ വയ്ക്കാനും പോകുന്നില്ല. പിന്നെ ആൾക്കാരല്ലേ, അവർ പലതും പറയും, അത് നമ്മൾ മൈൻഡാക്കാൻ പോവേ ചെയ്യണ്ട. ഞാൻ ഇന്നേ വരെ ഒന്നിനും കണക്ക് വച്ചിട്ടില്ല, കാര്യം ഞാൻ ഉണ്ടാക്കുന്നത് നിനക്കും കൂടെ വേണ്ടിയിട്ടാണ്. നാളെ ഒരു സമയത്ത് ഇപ്പം ഞാനാണ് നിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും നീ വേണം എന്നെ നോക്കാൻ. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. അതൊരു റിലേഷൻഷിപ്പിലൊരു ഗിവ് ആൻഡ് ടേക്കാണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്നതിൻ്റെ ആ ഒരു ട്രസ്റ്റിലാണ് നിൽക്കുന്നത്. അത് ആൾക്കാർ പറയുന്നതെന്ന് വെച്ചിട്ട് നീ ഇതാക്കേണ്ട കാര്യമില്ല, അത് ഇഗ്നോർ ചെയ്തേക്കാൻ പറഞ്ഞു. വീണ്ടും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. കുറേ അപ്ലൈ ചെയ്തു. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ട്രയൽ പോലെയൊക്കെ വിളിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർ ട്രയലൊക്കെ നടത്തിയിട്ട് എൻ്റെ അടുത്ത് പറയും, അവർക്ക് ഞാൻ 2-3 അടുത്ത് ട്രയലിന് പോയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊട്ടും ഇതില്ല, സ്ട്രെങ്ത് ഇല്ല, അതുകൊണ്ട് എനിക്ക് എന്നെ ജോലിക്ക് എടുക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ കൂടെ പഠിക്കുന്ന എന്നെ വെച്ച് വർക്ക് ചെയ്യുന്നൊരു റെസ്റ്റോറൻറ്റിൽ, മലയാളി റെസ്റ്റോറൻ്റാണ് അതിവിടെ അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഞാനിങ്ങനെ ഇവളുടെ അടുത്ത് പറഞ്ഞു,
പക്ഷെ അവൾ പറഞ്ഞു എണ്ണയല്ല ക്യാഷ് ഇൻ ഹാൻഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ക്യാഷ് ഇൻ ഹാൻഡ് വേണ്ട, എനിക്ക് എണ്ണയാണ് വേണ്ടത്. അപ്പോൾ അവൾ പറഞ്ഞു നീ സംസാരിച്ചാൽ മതി, നമുക്ക് സംസാരിച്ച് റെഡിയാക്കാന്ന് പറഞ്ഞു. അവൾ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുന്നതാണ്, എന്ന് വെച്ചാൽ എൻ്റെ പഴയ ബ്രാഞ്ചിൽ അവൾ നേരത്തെ വർക്ക് ചെയ്ത് നിൽക്കുന്നൊരു കൊച്ച. അപ്പോൾ എൻ്റെ ഇനാഗുറേഷൻ്റെ അന്ന് തൊട്ടായിരുന്നു നമുക്ക് സ്റ്റാർട്ടിങ്. ഇനാഗുറേഷൻ അന്ന് ഞാൻ പോയി. രാവിലെ 10 മണി തൊട്ടായിരുന്നു. സമയം എപ്പോഴും തീരും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 10 മണിയാകുമ്പം ചെല്ലണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ ചെന്നു. എൻ്റെ തലേന്നും ചെല്ലണമായിരുന്നു, തലേന്നും പോയി. പിറ്റേന്നും ഇതുപോലെ ചെന്ന് 10 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തി. ഇനാഗുറേഷൻ എന്നൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഒരുപാട് നേരം നിന്നു. ഒരു പ്രത്യേകം നമുക്കൊരു ബ്രേക്കോ ഒന്നും അവരും തന്നില്ല. അപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ആരും, എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ വർക്ക് ചെയ്യുന്നത്, ആരും ബ്രേക്ക് എടുക്കുന്നത് ഞാൻ കാണുന്നതുമില്ല. അപ്പം ഞാനിങ്ങനെ ചെന്നിട്ട് എനിക്കങ്ങ് വിശന്നിട്ട് വയ്യ. 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് വിശന്നു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ബ്രേക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു പോയി കഴിച്ചോ എന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇരുന്ന് കഴിക്കാനോ സ്റ്റാഫ് റൂമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കിച്ചണിൽ തന്നെ ആയിരുന്നു. നമുക്കുള്ളതെടുത്ത് കഴിക്കായിരുന്നു. നമുക്ക് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെയും നിൽക്കുകയാണ്. രാത്രിയായി, 9 മണിയായി, വീണ്ടും രാത്രി 10 മണിയായി, 11 മണിയായി. അപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് നടുവേദന എടുത്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്കിനി നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ എടുക്കുന്നു, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ പോയിക്കോ, കുഴപ്പമില്ല, ഈ 12 മണിയാകുമ്പോഴത്തേക്കും എല്ലാം അവർ ക്ലോസ് ചെയ്യും, അപ്പം തന്നെ മണി 11 പോയിക്കോ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വീട്ടിൽ വന്നു. എന്നിട്ട് ഇപ്പോൾ പിറ്റേന്നത്തെ ഷിഫ്റ്റിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു, നാളെ എങ്ങനെയാണ് ഷിഫ്റ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ഒരു ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു എത്തുപിടിയില്ലാത്ത ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ അറിയിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ വന്നു. പിറ്റേന്ന് അവരെനിക്ക് ഷിഫ്റ്റ് ഇട്ടില്ല. എന്ന് വെച്ചാൽ ഷിഫ്റ്റ് വാട്സപ്പിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എന്നയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നെ ആകും ജാനുവരി ലാസ്റ്റൊക്കെ ആകുമ്പോൾ അവർ എന്നേക്ക് വേണ്ടി നോക്കുന്നുണ്ട്, എന്നെ തരും എന്നാ പറഞ്ഞ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. പിറ്റേന്ന് അവരെനിക്ക് ഷിഫ്റ്റ് ഇട്ടില്ല കേട്ടോ. അപ്പം പിന്നെ അങ്ങോട്ട് എനിക്ക് ഷിഫ്റ്റ് ചെയ്തു. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തു. ഗ്രൂപ്പിലാണ് ഷിഫ്റ്റ് വരുന്നത്. പിന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ഇടുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ തന്നെ അന്ന് കയറിയ 2-3 പിള്ളേർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്കൊന്നും ഷിഫ്റ്റ് ഇടുന്നില്ല, നിനക്ക് ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ഇടുന്നില്ല. അപ്പോൾ അവരെ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ആക്കി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ എന്നെ ഗ്രൂപ്പിൽ നിന്നൊന്നും ലെഫ്റ്റ് ആക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നറിയില്ല, ഷിഫ്റ്റ് ഇടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കയറ്റിയ കൊച്ചിൻ്റെ അടുത്ത് ഞാനിങ്ങനെ അവളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എടി എന്താ ഷിഫ്റ്റ് ഇടാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു ഇടും അടുത്ത ആഴ്ച മുതൽ ഇടും, കറക്റ്റ് അടുത്ത ആഴ്ച മുതൽ കറക്റ്റ് റോട്ട വരും, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുക, എന്നിട്ട് ഷിഫ്റ്റ് ഇടുന്നില്ല. അവസാനം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു ഇത് എന്താ ഇത്, ഞങ്ങൾക്കൊന്നും ഷിഫ്റ്റ് ഇടാത്ത എന്താ? അപ്പോൾ അവരുടെ പഴയ സ്റ്റാഫിനുകൾ മാത്രം വീണ്ടും ഷിഫ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. പുതിയ പിള്ളേർക്ക് ആർക്കും അവർ ഇടുന്നില്ല. പുതിയ പിള്ളേരിൽ 2 പേർക്കും കണ്ടേ അവർ ഇടുന്നുള്ളൂ, വേറെ ആരെയും അവർ ഷിഫ്റ്റിൽ ഇടുന്നില്ല. അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞു അതിലൊരു പുതിയ കൊച്ചിന് പൈസയുടെ ഇത്തിരി അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് അതിന് ഇടുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ബാക്കിയുള്ളവർക്കൊന്നും പൈസയ്ക്ക് അത്യാവശ്യമില്ലേ? എല്ലാവരും പൈസയ്ക്ക് അത്യാവശ്യമുള്ള ആൾക്കാർ, അതിന് മാത്രം എന്തോ പൈസയ്ക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞ് ഷിഫ്റ്റ് ഇടാൻ എന്താ? ഞങ്ങളും അങ്ങനെ കയറിയ ആൾക്കാരല്ലേ, ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ലെന്ന് വെച്ചപ്പോഴത്തേക്ക് ഇവളൊന്നും വേണ്ടിയൊന്നുമില്ല. പിന്നെ ഷിഫ്റ്റ് ഇടുന്നില്ല, പിന്നെ ഒന്നും ഇടുന്നില്ല. എനിക്കിവിടെ ജോലി ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കങ്ങോട്ട് എനിക്കറിയില്ല. ഭാവി ചെല്ലുന്നിട പാതോളം എന്ന് പറയുന്നതൊക്കെ ഞാൻ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നങ്ങളിതാ. അവസാനം എനിക്കെൻ്റെ ദേഷ്യം വന്നിട്ട് ഞാൻ ഈ കൊച്ചിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, ഒന്നി എന്നെ വേണോ വേണ്ടയോ? അപ്പോൾ അവൾ പറഞ്ഞു അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ കോൺടാക്ട് ചെയ്യേണ്ട, റിസപ്ഷനിൽ ഇരിക്കുന്ന ചേച്ചി ആ ഷിഫ്റ്റ് ഇടുന്നേ, ആ ചേച്ചിയെ വിളിച്ച് ചോദിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ എൻ്റെ ദേഷ്യത്തിൽ ഞാൻ ആ ചേച്ചിയെടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങളൊരു വല്ലാത്തൊരു പരിപാടി കേട്ടോ കാണിക്കുന്നത്, നിങ്ങൾ ഇത്രയും പിള്ളേരെ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തിട്ട് അന്നൊരു ദിവസം ഇനോഗ്രേഷൻ എന്ന് നിങ്ങൾക്ക് പട്ടിപ്പണി ചെയ്യിപ്പിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും എടുത്തു. പിന്നെയുള്ള ദിവസം മുതൽ നിങ്ങൾ ഷിഫ്റ്റ് ഇടുന്നുണ്ടോയെന്ന് വെച്ചാൽ അതുമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് പറയണം, ഞങ്ങളെ വേണോ വേണ്ടയോ എന്ന് പറയണം, അല്ലെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പറയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറയാം സോറി വിട്ടുപോയി, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല, അന്നൊരു ദിവസം വർക്ക് ചെയ്തതിൻ്റെ സാലറി ഇവിടെ ഇരിപ്പുണ്ട്, അത് വന്ന് എടുത്തോ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞൊരു ഇത്തിരിയെങ്കിലും ഞാൻ ഒരു 3 ആഴ്ചയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. 3 ആഴ്ച ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാനേ എനിക്ക് നിങ്ങളെ വേണ്ട. അത് ഒരു മര്യാദയാണ് ആ സ്റ്റാഫുകാരെ വിളിച്ച് അറിയിക്കുക എന്നുള്ളത്, അതുപോലെ നിങ്ങൾക്ക് ഇല്ലേന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പൈസ മേടിക്കാൻ ഞാൻ പോയി. കാര്യം ഒരു ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്തത്, ഒരു ബ്രേക്ക് പോലും എടുക്കാതെ വർക്ക് ചെയ്ത പൈസയാണ്, അതെനിക്ക് വേണമെന്ന് പറഞ്ഞു. അതങ്ങനെ അവർക്ക് പുഴുകി തിന്നണ്ടെന്ന് തന്നെ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പൈസ മേടിച്ചിട്ട് വന്നു. അത് പോയി. കാര്യം അവർ പിന്നെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അന്ന് എൻ്റെ കൂടെ നിന്ന ഒരു ഒറ്റ പുതിയ പിള്ളേരെയും അവർ ഹയർ ചെയ്തിട്ടില്ല. അവർ പേരിന് വേണ്ടിയെന്ന് വെച്ചാൽ അവർക്ക് ഇനാഗുറേഷൻ്റെ അന്ന് കുറച്ച് ആൾക്കാരെ വേണമായിരുന്നു, അവരെടുത്തു. പിന്നെ ഈ പിള്ളേരെ അവർ തട്ടി തുടങ്ങി തന്നെ പറയാം. ഈ ബാക്കി പിള്ളേരെടുത്തും അവരൊരു കമാന്നൊരു അക്ഷരം ഇവർ പറഞ്ഞിട്ടില്ല. നമ്മൾ കിടന്ന് ചോദിച്ച് ചീത്ത വിളിച്ചപ്പോഴാണ് ലാസ്റ്റ് ഓരോരുത്തരടുത്തും പറഞ്ഞത് നിങ്ങളെ വേണ്ട, വേറെ സ്റ്റാഫായി എന്ന്. പല ടൈപ്പ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, പല രീതിയിലുള്ള. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എത്രത്തോളം. അത് ഞാൻ നേരത്തെ പറഞ്ഞത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ഇതാകും എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതിനുശേഷം പിന്നെ ഞാനങ്ങനെ എങ്ങും അങ്ങനെ പിന്നെ എനിക്ക് ജോലി അങ്ങോട്ടൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല ഒന്നും. അപ്പോഴേക്കും ഞാൻ പിന്നെ ഇറങ്ങി തെണ്ടാൻ തുടങ്ങി ജോലിക്ക് വേണ്ടിയിട്ട്. എനിക്ക് ജോലി തായോ ആ ഒരു അവസ്ഥ വരെ ആയി. ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്കങ്ങ് ഒരു വല്ലാത്തൊരു ട്രോമയിലേക്ക് നമ്മൾ പോകും. അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞു, പ്ലേസ്മെൻറ്റ് തുടങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ വന്നു. ജൂണിലാണ് എനിക്ക് പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ 2 രീതിയിൽ പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യും. ഒന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലേസ്മെൻറ്റ് കണ്ടെത്താം. ഇനി അങ്ങനെ കണ്ടെത്താൻ പറ്റാത്ത സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യും. യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന പ്ലേസ്മെൻറ്റിൻ്റെ പേരാണ് EWP. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂണിവേഴ്സിറ്റിയിൽ തന്നെ പ്ലേസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എടുക്കാം. നമ്മൾ കണ്ടെത്തിയിട്ട്, പ്രത്യേകിച്ച് ഞാനല്ലേ, ഞാൻ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണ്, ഞാനായിട്ട് കണ്ടെത്തിയിട്ട് ഇനി ഒരു പുലിവാലാവണ്ടെന്ന് വെച്ചിട്ട് ഞാനതുകൊണ്ട് EWP തന്നെ കൊടുത്തു. ജൂണിലായിരുന്നു, അതായത് ഇപ്പോഴത്തെ ജൂണിലായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ 3 രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് EWPൻ്റെ ഭാഗമായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. 2 എണ്ണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ചെയ്യാൻ, ഒരെണ്ണം ഒരു ഓഫീസ് ബേസ്ഡ് ആണ്. പക്ഷേ അതിൽ 20 കുട്ടികളെ മാത്രമേ അവർ ഓഫീസ് ബേസിലേക്കുള്ള കമ്പനിയിൽ അവർ പ്ലേസ്മെൻറ്റിനായിട്ട് എടുക്കുന്നുള്ളൂ. പെട്ടെന്ന് അപ്ലൈ ചെയ്താൽ കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു മെയിൽ വന്നത്. ഞാൻ അപ്പോഴേ തന്നെ ചാടിക്കയറി അതിന് അപ്ലൈ ചെയ്തു. ഓഫീസ് ബേസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. നമുക്ക് പല സെക്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ഫേം നമുക്ക് തിരഞ്ഞെടുക്കാനായിരുന്നു, ഏതിൽ വർക്ക് ചെയ്യണമെന്ന്. അങ്ങനെ അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ നിന്ന്, അപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവർ എടുക്കുന്ന ഇൻ്റർവ്യൂ അവർ നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ നടത്തി സെലക്ട് ആയി. എനിക്ക് അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടി. ഞാൻ ഇപ്പോൾ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയത് കാനറി വാർഫിൽ IB ടൈംസ് എന്ന് പറയുന്നൊരു കമ്പനിയിലാണ്. അവിടെ ഞാൻ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഞാൻ പഠിച്ചത്. ഞാൻ അവിടെ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നതും കണ്ടന്റ് ക്രിയേഷനിലാണ്, സോഷ്യൽ മീഡിയയിലാണ്. അതായത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് ഞാൻ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. അതെനിക്കൊരു ലക്കായിരുന്നു. മേ ബി പക്ഷേ ഞാനിവിടെ വന്ന് ഇത്രയും കിടന്ന് സ്ട്രഗിൾ ചെയ്തതുകൊണ്ടും ഈ ദൈവങ്ങളെ വിളിച്ചതുകൊണ്ടും കരഞ്ഞതുകൊണ്ടും ഒക്കെ ആയിരിക്കും, എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടായിരിക്കും അത് ദൈവമായിട്ട് കൊണ്ടുവന്നൊരു അവസരമായിരുന്നു. കാര്യം ഇവിടെ വന്നിട്ട് ഇവിടെ അറിയാം, നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ, അതായത് പാർട്ട് ടൈം അങ്ങനത്തെ ജോബല്ല, നമ്മൾ പഠിച്ച ഒരു ഫേമുമായിട്ട് ഒരു കോപ്പറേറ്റീവ് ഫേമിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. അവിടെ എക്സ്പീരിയൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ആണ് ദൈവമായിട്ട് എനിക്ക് കൊണ്ടു തന്നത്. അത് എന്ന് വെച്ചാൽ എന്നെ അവിടെ സെലക്ട് ആയി എന്ന് പറഞ്ഞ് ആ മെയിൽ എനിക്ക് വന്നപ്പോൾ എൻ്റെ സന്തോഷം കൊണ്ട് എൻ്റെ 2 കണ്ണും നിറഞ്ഞു പോയി. കാരണം അത്രത്തോളം കിടന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് അതിന് കൊടുത്തു, ഒരുപാട് പേര് കൊടുത്തു. പക്ഷെ അവർക്ക് ആർക്കും കിട്ടിയില്ല. അതിന് ഞങ്ങൾ അറിയാവുന്ന ഞാനും എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സ്മൃതിക്ക് മാത്രമേ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 2-3 പേർക്കും, ബാക്കി ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ട്രൈ ചെയ്തു, ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഇവിടെ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാനന്ന് പറഞ്ഞില്ലേ, അന്ന് ഈ കളിയാക്കിയ ആൾക്കാരില്ലേ, എനിക്ക് പാർട്ട് ടൈം ഇല്ലാതെ ഞാൻ കിടന്ന് തെണ്ടുവാണ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അത് ഭയങ്കര തിരിച്ചടിയായിരുന്നു. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കായി. ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പെയ്ഡല്ല, പക്ഷേ എനിക്കതിപ്പോൾ പെയ്ഡ് വേണമെന്നൊരു നിർബന്ധമില്ല. അത് പെയ്ഡല്ല, കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ചെയ്യുന്നത് പെയ്ഡായിട്ടല്ല. ബട്ട് അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് മതി എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്നല്ല, ലണ്ടനിലല്ല, എനിക്ക് അത് വെച്ചിട്ട് എവിടെ വേണോ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ്, എനിക്കൊരു ജോലി കിട്ടും, ഞാൻ പഠിച്ചൊരു ഫീൽഡോട്ട് എനിക്കൊരു കോപ്പറേറ്റീവ് ഫേമിൽ ജോലി കിട്ടും എന്നുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് അവിടെ വന്നു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരു മാസം കൂടെ ഉള്ളൂ, ഏകദേശം ആകുമ്പോഴത്തേക്കും അത് തീരും. ആ കാര്യം 6 മാസത്തേതാണ്, 6 മാസം ആവാറായി. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ധീരജേട്ടൻ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക്, അവൻ ഫുൾ ടൈം ആയി. അപ്പോൾ അവൻ ഫുൾ ടൈമിനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് അവൻ മാറി. അവൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ അവൻ എന്നെ കയറ്റി. കാര്യം അവിടെ സത്യം പറഞ്ഞാൽ അവിടെ അവർക്ക് പാർട്ട് ടൈമേഴ്സിന് ആവശ്യമില്ലെന്നാണ് പറഞ്ഞ്, ഫുൾ ടൈമേഴ്സിന് വേണമെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിരുന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെ നമുക്കൊന്ന് നോക്കാം, ട്രയൽ നടത്തി നോക്കാമെന്ന് പറഞ്ഞു. ട്രയൽ നടത്തി, അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, ഓക്കെ ആയി. ഇപ്പോൾ ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് 2 മാസമായി, 3ാമത്തെ മാസം ആവാൻ പോകുന്നു. ആക്ച്വലി തന്നെ പ്രൊബേഷൻ പീരീഡാണ് അവിടെ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാനിപ്പം സ്റ്റേബിൾ ആയത്, ഞാനൊന്ന് ഓക്കെ ആയത് ഇപ്പോഴാണ്. ഇത്രയും നാളെ ഞാൻ ഓക്കെ അല്ലായിരുന്നു. ഞാൻ വന്ന് ഈ 1 വർഷം 6 മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനൊന്ന് ഓക്കെ ആയി നിൽക്കുന്നത് ഇപ്പോഴാണ്. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. അപ്പോൾ അത് ഇത്രയാണ് ഒരു പാർട്ട് ടൈമിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. എനിക്കല്ലാണ്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട്, ഈ കണ്ടം പറയാം കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ, ഇവിടെ വന്നാൽ പാർട്ട് ടൈം കിട്ടാൻ എളുപ്പമാണോ അല്ലയോ എന്ന്. ഞാൻ എന്താ അവരുടെ അടുത്ത് പറയാം? എനിക്ക് കിട്ടാതിരുന്ന സമയത്തും ജോലി ഇല്ലാതിരുന്ന സമയത്തും എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും ഇറ്റ്സ് ഡിപ്പെൻഡ് ആണ്, അത് ലക്കാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടൂല എന്നല്ല, നിങ്ങൾക്ക് കിട്ടും. ആ സമയത്തോളം എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാനിവിടെ ജോലി ഇല്ലാതെ തണ്ടു, അതുകൊണ്ട് നിങ്ങൾക്കും കിട്ടത്തില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കിട്ടും. എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ആവണമെന്നില്ലല്ലോ. പക്ഷേ എന്നെപ്പോലെ ജോലി ഇല്ലാതെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാളെങ്കിലും അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക, കൈവിട്ട് കളയരുത്. ഹോപ്പ് നമുക്ക് കിട്ടും, കിട്ടത്തില്ല എന്ന് ഞാൻ ഒരിക്കലും ഇപ്പോഴും ഞാൻ പറയുന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയം കൊണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ആ സമയത്തിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഇതിങ്ങനെ പറയണോ വേണ്ടയോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പറയാം. ഇപ്പോഴത്തേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ സത്യങ്ങളും മറ്റു കാര്യങ്ങളായിട്ട് അടുത്തൊരു വ്ളോഗ്, ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.